ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഒരു റൗണ്ട് വന്നിട്ട് താഴെ ഒരു സ്ലിറ്റ് വരുന്ന മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഒരു 3.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 5.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നു. താഴെയും അതുപോലെ ഒരു 3.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു ബോക്സ് പോലെ അത് കൂട്ടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു റൗണ്ട് നെക്ക് വരയ്ക്കുന്നു. റൗണ്ട് നെക്ക് വരയ്ക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ റൗണ്ട് നെക്ക് വരയ്ക്കുന്നു. അതിനുശേഷം താഴേക്ക് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാൻ ഞാനിവിടെ ഒരു 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ 2 ഇഞ്ച് 2.25 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളതൊന്ന് ലൈനായിട്ട് വരച്ച് വയ്ക്കുന്നേ ഉള്ളൂ. ഞാനത് കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. എന്നിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ മാർക്കിങ് കൊടുക്കുകയാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള വിഡ്ത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ടാണ്. ഇതുപോലെ എന്നിട്ട് ആ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ചെറിയൊരു ബ്രിഡ്ജ് പോലെ വിട്ടതിന് ശേഷം ഉള്ളിലുള്ള ഭാഗവും ആ റൗണ്ടിനേക്ക് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. താഴേക്ക് നമ്മൾ 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തേക്കണത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതൊരു നല്ല ഒരു ലൈനിങ് തുണിയിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ അയൺ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഇത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഇടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് ഇട്ട ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുക. ആ കോർണറും ഒക്കെ വരുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മടക്കി ഉള്ളിലേക്ക് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആ ക്യാൻവാസിലേക്ക് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്റർ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒരു ലൈനും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇതൊക്കെ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പത്തിന് വേണ്ടി പറയുന്ന കേട്ടോ. നല്ല അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാനിതുപോലെ ഒരു ലൈനും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുർത്തി എടുത്ത് വയ്ക്കാൻ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ ഒരു വരയും കൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച ലൈനില്ലേ, ആ ലൈനും ഈ താഴത്തെ വരയും കൂടെ ഒരുമിച്ച് വയ്ക്കുക. അങ്ങനെ ആ ലൈനുകൾ തമ്മിൽ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് വേറെ പിൻ കുത്തി കൊടുക്കേണ്ട ഒന്നും ഒരാവശ്യമില്ല. കറക്റ്റ് ആ ലൈനിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്ത് അതവിടെ സെക്യൂർ ആക്കിയതിന് ശേഷം 2 സൈഡിൽ നിന്നും നമുക്ക് അടിച്ചു കൊടുത്തേച്ചാൽ മാത്രം മതി. ഇപ്പം ഞാൻ ആ കറക്റ്റ് ആ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ വരെ നമ്മുടെ ആ ക്യാൻവാസിൻ്റെ അറ്റം വരെ, അതായത് ഏകദേശം ഒരു 1/2 ഇഞ്ച് മുകളിൽ വരെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചേക്കണുണ്ട് അവിടം വരെ. നമ്മൾ ഒരു ചെറിയ സ്ലിറ്റ് അവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ വരയിൽ കൂടെ തന്നെ അടിക്കുക. അതിന് ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് ഒരു 1/4 ഇഞ്ചിൽ കുറവ് ഒരു പോയിൻ്റ്, നമ്മുടെ ടേപ്പിൻ്റെയൊക്കെ ഒരു പോയിൻ്റ് ഇല്ലേ, ആ ഒരു പോയിൻ്റ് വിഡ്ത്തിൽ ചെരിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അത് ഞാൻ അടിച്ചതിന് ശേഷം ലാസ്റ്റ് കാണിച്ചു തരാം, എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ചെറിയൊരു വി ഷേപ്പിലടിക്കുക. ഒരുപാട് വി ഷേപ്പിലടിക്കുമ്പോൾ ഇത് കറക്റ്റ് വി ആയി പോകും. ഇത് നമുക്ക് കൂടിക്കിടക്കണം. ഒരുപോലെ നല്ല അടിച്ചിട്ടുണ്ടെന്നും തോന്നരുത്. ആ രീതിയിൽ കിടക്കാൻ പാകത്തിനാണ് നമ്മൾ അടിക്കുന്നത്. കറക്റ്റ് ഒപ്പം കിടക്കണം. കുറച്ച് വൈഡ് കൂടിപ്പോയാൽ അതൊരു വി ഷേപ്പിലായി പോകും. അപ്പോൾ ഒപ്പം കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മാക്സിമം അടുപ്പിച്ചാണ് അടിക്കുന്നത്. എന്നാലും നമ്മളത് കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ വിട്ടു പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് 1 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ചെറിയ സ്റ്റിച്ച് ലെങ്ത് ഇട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് ആ സെൻറ്റർ ലൈനിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇപ്പുറം കൊണ്ട് നിർത്തിയതിന് ശേഷം താഴെ ആ പോയിൻറ്റിലേക്ക് ചെരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വി, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നാലാണ് നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കണ്ടോ, ഇത് അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ, എന്നാലാണ് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇത്രയും ഗ്യാപ്പേ ഞാൻ വിട്ടിട്ടുള്ളൂ. ആ നടുക്ക് വരച്ചിരിക്കുന്ന ആ ലൈൻ കണ്ടോ, ആ ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് മുകളിൽ നിന്ന് അടിച്ചു വരേണ്ടത്. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഒരു ചെറിയ വി ഷേപ്പിൽ അടിച്ചു വരിക. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ചിടുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. താഴേക്ക് 1 2 അല്ലെങ്കിൽ 3 ബട്ടൺസ് വെച്ചാൽ, വുഡിൻ്റെയൊക്കെ ബട്ടൺസ് വെച്ചാൽ വളരെ ഭംഗിയായിരിക്കും.
അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.